ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു പഴയ കാസിലേക്കാണ്. 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു പഴയ കാസിൽ. ഈ കാസിലിനെ പറ്റിയിട്ട് വലിയ റിവ്യൂസ് ഒന്നും ഞാൻ ഗൂഗിളിൽ കണ്ടില്ല. പക്ഷേ ഗൂഗിളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഫോട്ടോസ് വളരെയധികം ഇമ്പ്രസീവായിരുന്നു. പണ്ടത്തെ ഒരു സെറ്റപ്പ്, അതായത് ഐറിഷ് ലൈഫ്, അത്രയും ഒരു എന്താ പറയുക ഗ്രാമീണത മാത്രമാണ് ആ ഏരിയയിൽ ഉണ്ടായിരുന്നത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളത്തെ കാസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഒരു എന്താ പറയുക, നമ്മൾക്ക് വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത ഒരു കാസിൽ പോലെ തോന്നി. കാസിലിൽ മറ്റ് ഓവൽ ആ വരണ വഴി, ആ സൈഡ് വഴി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കാസിൽ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഇനിയിപ്പോൾ പഴമ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ ആ എന്താ പറയുക, പുറത്തുനിന്ന് കണ്ട പോലെ ആയിരുന്നില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഇതിൻ്റെ ഗാർഡൻ സൂപ്പർ ഗാർഡനാണ്. അതായത് ശരിക്കും എന്താ പറയുക, നല്ല ഞാൻ പണ്ട് ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ അമേരിക്കൻ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്ന അതേ സെറ്റപ്പിലുള്ള സ്ഥലം. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത കേട്ടോ. അത്രയും നന്നായിരുന്നു ആ ഏരിയ. ക്ലീൻ ആയിരുന്നു ആൻഡ് ക്രൗഡഡേ അല്ല. സത്യമായിട്ടും ഒരാളും ഇല്ല. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. ഞാനൊന്ന് വിചാരിച്ചു, ഇത്രയും നല്ല സ്ഥലമായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ആരൊന്നും വരാത്തത്. ഞാൻ ഇതിന് മുമ്പ് പോയ കാസിലൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. നമുക്ക് സമ്മർ സമയത്ത് കേട്ടോ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഇവൻ ഇവിടുത്തെ സമ്മർ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവരെല്ലാവരും പുറത്ത് പോവുകയും സ്ഥലങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഇവർ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അപ്പം നമ്മളും പുറത്തിറങ്ങാറേ ഇല്ല. അല്ലാത്ത സമയത്ത് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ തികച്ച് ഞെട്ടി. ഇവരെന്താ ആരും ഇങ്ങോട്ട് വരാത്തതെന്ന്. ഇത് നമ്മുടെ ഡുബ്ലിൽ നിന്ന് 100 കിലോമീറ്റർ പോകണം ഈ സ്ഥലത്തിന്. ഹണ്ടിങ് ടൗൺ കാസിൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു പേരൊരു റൈറ്റ് പേരാ. ആ കാസിൽ ഒരു കിൽക്കനിയുടെ അടുത്താണ്. 100 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഡുബ്ലിൽ നിന്നാണ് വരുന്നത്. പക്ഷെ കാസിലിൻ്റെ ഉള്ളും പരിസരവും സൂപ്പറാണ്. കാസിൽ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ ആദ്യം വൃത്തിയില്ലെന്ന്, അതതിൻ്റെ ബാക്ക് വശമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ല, അതാണ് ആ ഗേറ്റ് ഈ അരികിൽ കാണുന്നത്. ഉള്ളിലേക്ക് വന്ന് ബാക്ക് കൂടെയാണ് ഇതിൻ്റെ എൻട്രി. ഞാൻ വന്ന സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരെന്തോ വെഡ്ഡിങ് ഷൂട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ആരെയും കണ്ടില്ല അങ്ങനെ. പിന്നെ ഇതിന് പാർക്കിംഗ് അങ്ങനെ ഒരു പെയ്ഡ് പാർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ലോട്ടൊന്നുമില്ല. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇടുകയാണ് വണ്ടിയൊക്കെ. പിന്നെ ഉള്ളിലേക്ക് വന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ആ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് പറയുക, എനിക്ക് ഈ സ്ഥലവും പരിസരവും കണ്ടപ്പോൾ വീഡിയോ അധികം അങ്ങനെ എടുക്കാൻ തോന്നിയില്ല. അല്ലെങ്കിൽ ഞാൻ നല്ല ലോങ് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടൊക്കെയാണ് പുറപ്പെട്ടത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും എന്താ പറയുക, അതിൻ്റെ ആംബിയൻസും സൈലൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. അവിടെ അത് ആ ഒരു അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ് തോന്നിയത്. എന്നാലും വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അപ്പോൾ വളരെ ചെറിയ പാർട്ടായിട്ടുള്ള വീഡിയോസാണ് ഞാൻ എടുത്തത്. കാരണം അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ മൊബൈലിലേക്ക് ശ്രദ്ധ പോകില്ല. അത്രയും സൈലൻ്റാണ്. ഓരോ എന്താ പറയുക മരങ്ങളൊക്കെ അവർ ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല കളറിലുള്ള മരങ്ങളും ചെടികളും ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ അയർലൻഡിൽ വന്ന് കാണുന്നത്. കണ്ടോ ഈ ഒരു വ്യൂ ഇല്ലേ, ഇതങ്ങോട്ട് സ്ട്രെയിറ്റ് കുറേ ദൂരമുണ്ട് ആ വഴി. അങ്ങനെ അത് നടക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അത്രയും ദൂരം. കാരണം ഓൾറെഡി ലേറ്റായി വരാൻ. ഒരു പ്ലാൻഡ് ആയിട്ടൊന്നും വന്നോന്നല്ല, അങ്ങോട്ട് ജസ്റ്റ് തോന്നിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മൾ ഗൂഗിൾ മാപ്പിൽ സേവ് ചെയ്ത് വെച്ച ഒരു സ്പോട്ടാണ്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് സത്യം പറഞ്ഞ. അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തോന്നിയില്ല. ഞങ്ങൾ ഓൾറെഡി ഒരു 4:30 കഴിഞ്ഞു എത്താൻ. കണ്ട് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് നടക്കാൻ. പിന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് സ്പെൻഡ് ചെയ്യാൻ, ഒരു സംശയവുമില്ല. നമുക്ക് എവിടെയെങ്കിലും ഫുഡൊക്കെ ആയി വന്ന് ഫാമിലി ആയിട്ട് ടോട്ടലി അങ്ങനെ ഇരുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കടലാസ് പൂ പോലത്തെ ഒരു പൂവാ തോന്നുന്നു. ഞാൻ എടുത്തേക്ക് പോയി, പക്ഷേ മുള്ളൊന്നുമില്ല, വേറൊരു മോഡൽ പൂവായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ബാക്കിലേക്ക് പോയി. ബാക്ക് അങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം കണ്ടായിരുന്നു. ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ഇതാണ് പറഞ്ഞ കടലാസ് പൂവാ തോന്നി. പക്ഷെ കടലാസ് പൂവല്ലായിരുന്നു, അത് വേറൊരു പൂവായിരുന്നു.
അതിൻ്റെ സൈഡ് വെച്ചത്തൊക്കെ പണ്ടത്തെ അതേ സെറ്റപ്പ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം വെട്ടി ഒരു സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഏതൊരു പ്രേതപ്പടത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാസിലും ഇങ്ങനത്തെ ഈ ഇടയിൽ കൂടെ വരുന്ന ഒരു പ്രേതത്തിനെയും ഒക്കെ കണ്ട ഒരു ഓർമ്മ. ഇതിൻ്റെ ബാക്ക് വശമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ ഈ ഗോൾഫൊക്കെ കളിക്കുന്ന സ്ഥലമല്ലേ, അതേപോലെ തോന്നിയത്. ഏക്കർ കണക്കിന് സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ പോയപ്പോൾ ഒരു മരം ഇങ്ങനെ പോലെ മരം നിൽക്കണം. നല്ല ഒരു എന്താ പറയുക, ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥലം. എന്താ ചെയ്തത്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് മതിയായിണ്ടാവും. ഈ ഭാഗം അടിപൊളിയായില്ലേ. ആ കാണുന്ന മലയില്ലേ, ആ മലയുടെ അരുവിൽ കൂടെ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളൊരു വലിയ സ്ഥലം അങ്ങനെ കണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഗാർഡനാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇതിൻ്റെ ആ സൈഡ്. സോ അതൊക്കെ റിയൽ ലൈഫിൽ കാണാൻ പറ്റുന്ന ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. ഒരു മയിലിനെ കണ്ടു ഞങ്ങൾ. മയിൽ അത് പീല് വിടർത്തി ആടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല അധികം നേരം. അപ്പോഴേക്കും ലേറ്റായി. അവർ വന്നിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു. കുറച്ച് നേരം കൂടി വീഡിയോ എടുക്കണം വിചാരിച്ചതാണ്. ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ടു വരുമ്പോൾ ഒരു വലിയ മയിൽ, നല്ല വലുപ്പുണ്ടായിരുന്നു അത്. അതിനെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നിൽക്കുമ്പോഴാണ് അമ്മച്ചി വന്ന് പറഞ്ഞു, സമയമായി മക്കളെ വിട്ടോ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല, നേരെ ഇറങ്ങേണ്ട വന്നു. പുറത്തിറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം.